സിനിമയിലും സംഗീത ലോകത്തും ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് റാപ്പ് ഗായകൻ വേടനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ്. ഈ വിഷയത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 5 വിജയിയും സംവിധായകനുമായ അഖിൽ മാരാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. വേടനെതിരെ മാരാർ ഉന്നയിച്ച കടുത്ത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പുതിയ തരംഗങ്ങൾക്ക് വഴി ഒരുക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് വേടന്റെ ആരാധകരും മറുവശത്ത് അഖിൽ മാരാരുടെ അനുയായികളും തമ്മിലുള്ള വാക്പോരുകൾ സൈബർ ലോകത്ത് കൊഴുക്കുകയാണ്. എന്താണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ? അഖിൽ മാരാർ എന്താണ് വേടനെ കുറിച്ച് പറയുന്നത്? നമുക്കൊന്ന് നോക്കാം. വേടൻ മലയാള റാപ്പ് സംഗീത ലോകത്ത് തൻ്റെതായ ഒരിടം കണ്ടെത്തിയ കലാകാരനാണ്. താഴെ തട്ടിൽ നിന്ന് സ്വന്തം കഴിവ് കൊണ്ട് വളർന്നു വന്ന ഒരു പ്രതിഭ എന്ന നിലയിൽ വേടനെ അംഗീകരിക്കുന്നവരാണ് അധികവും. അഖിൽ മാരാരും ഇത് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ വേടന്റെ കരിയറിൽ ചില വിവാദങ്ങൾ തലപൊക്കിയത് ശ്രദ്ധേയമാണ്. വേടനെ താൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു പീഡന ആരോപണവുമായി ബന്ധപ്പെട്ടാണെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. 2023 ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റ് ആയിരുന്നു അത്. പെൺകുട്ടി കോടതിയിൽ പോകാത്തത് കൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നില്ലെങ്കിലും വേടൻ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞിരുന്നു. അതിനുശേഷം 2022 കഞ്ചാവ് കേസിൽ വേടൻ പിടിയിലായി. അടുത്തിടെ വീണ്ടും കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായി എന്ന വാർത്തയും പുറത്തു വന്നു. വേടനെതിരെയുള്ള ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതികരണങ്ങളുമാണ് അഖിൽ മാരാരുടെ പ്രധാന വിമർശന വിഷയം. മാരാർ ഇതിനെ നടൻ ദിലീപിന്റെ കേസുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ദിലീപ് എന്ന മനുഷ്യനെ കുറിച്ച് ഒരു ക്രിമിനൽ പറയുകയാണ്. ഇയാൾ പറഞ്ഞിട്ടാണ് താൻ ചെയ്തതെന്ന്. കേരള സമൂഹം ദിലീപിനെ തള്ളിപ്പറഞ്ഞു, ഭീകരമായി ഒറ്റപ്പെടുത്തി, അയാളോട് കാണിക്കാൻ പറ്റുന്ന എല്ലാ ക്രൂരതയും കാണിച്ചു. ഇത്തരത്തിലാണ് അഖിൽ മാരാർ പറയുന്നത്. എന്നാൽ വേടന്റെ കാര്യത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് മാരാർക്ക് ചില ചോദ്യങ്ങളുണ്ട്. വേടൻ ഇത് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട്. മാപ്പ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാണ് ന്യായീകരണം. മാപ്പ് പറഞ്ഞതിനെ ലൈക്കടിച്ചതിന് നടി പാർവതി തിരുവോത്ത് പോലും പിന്നീട് വലിയ വിവാദത്തിലായി. പെൺകുട്ടികളെ ഉപദ്രവിച്ചിട്ട് മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ കേരളത്തിൽ ഉള്ളൂ എങ്കിൽ ബാക്കി എല്ലാവർക്കും നമ്മൾ മാപ്പ് കൊടുക്കണമെന്നും മാരാർ തുറന്നടിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും അഖിൽ മാരാർ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മലയാളത്തിലെ പല നടന്മാർക്കെതിരെയും ഇതേ ആരോപണം വന്നു. വേടന്റേതിന് സമാനമായ ആരോപണങ്ങളായിരുന്നു. ഇന്നുണ്ടായ പീഡനമല്ല, വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ് ഹേമ കമ്മീഷനിൽ പറഞ്ഞതെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. 2016 വേടന്റെ ആദ്യത്തെ പാട്ടിറങ്ങിയത് മുതൽ ഇന്ന് വരെ ആരും വേടനെ എതിർത്തിട്ടില്ല. അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല. പൂർണ്ണമായും ഒരു കലാകാരൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വേടന്റെ രാഷ്ട്രീയ പ്രവേശനം തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് മാരാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എപ്പോഴാണ് അങ്ങനെ അല്ലെന്ന് നമുക്ക് തോന്നിയത്? കഞ്ചാവ് കേസിന് പിന്നാലെ പുലിപ്പല്ലിന്റെ പേരിൽ വനം വകുപ്പ് കേസെടുത്തപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നത്. ദളിതനെ സർക്കാർ പീഡിപ്പിക്കുകയാണോ എന്ന് മാരാർ പറയുന്നു. ഇതോടെയാണ് ജാതി കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയതെന്നാണ് അഖിൽ മാരാരുടെ നിരീക്ഷണം. പുറത്തിറങ്ങിയ വേടൻ പാട്ട് കല എന്നത് മാറ്റി പിന്നീട് പറയാൻ തുടങ്ങിയത് രാഷ്ട്രീയമാണ്. അവിടെയാണ് അപകടങ്ങൾ വന്നു തുടങ്ങുന്നത്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാറിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങളെ മാരാർ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അരുൺകുമാറുമായുള്ള അഭിമുഖത്തിൽ വേടൻ നടത്തിയ ചില പരാമർശങ്ങൾ അഖിൽ മാരാരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞ് ശ്രീരാമനെ അറിയില്ലെന്ന് പറഞ്ഞു. ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകത്തിന് മുൻപാണെന്നൊക്കെ പറഞ്ഞു എന്ന് മാരാർ ചൂണ്ടിക്കാട്ടി. ഇതിനെ മാരാർ ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൽ 5 നേരം കേൾക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്നത്. എത്രയോ തീവ്രവാദികൾ കൊലപാതകത്തിന് മുൻപും തീവ്രവാദത്തിന് മുൻപും ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇതിന് അർത്ഥം കേരളത്തിൽ അല്ലാഹു അക്ബർ വിളിക്കുന്നത് കൊല്ലാൻ വേണ്ടിയാണ് എന്ന് താൻ വന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത്തരത്തിലാണ് മാരാർ ചോദിക്കുന്നത്. പശുവിന്റെ പേരുള്ള കൊലപാതകങ്ങളെ കുറിച്ചും അഖിൽ മാരാർ സംസാരിക്കുന്നുണ്ട്. 1000 പേർ പോലും തന്റെ അറിവിൽ പശുവിന്റെ പേരുള്ള കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടിട്ടില്ല. വർഗീയവാദികളായ തലയ്ക്ക് വെളിവില്ലാത്ത ആരോ ചെയ്ത വിളികളുടെ പേരിൽ യാതൊരു അറിവുമില്ലാതെ വന്നിരുന്ന് പറയുകയാണെന്നാണ് മാരാർ പറയുന്നത്. രാമനെ അറിയാതെ എങ്ങനെയാണ് രാവണനെ അറിയുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അരുൺകുമാറുമായുള്ള അഭിമുഖത്തിൽ വേടൻ നടത്തിയ ഒരു പരാമർശത്തെ അഖിൽ മാരാർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ദളിതരുടെ DNA പഠിക്കാനുള്ള കഴിവില്ലെന്നാണ് വേടൻ ആ അഭിമുഖത്തിൽ പറഞ്ഞത്. ആ വിവരം കേട്ട അരുൺകുമാർ അയാൾ പ്രൊഫസറാണെന്നാണ് പറയുന്നത്. അയാൾ പറഞ്ഞു കറക്റ്റ് എന്ന്. ലോകത്ത് ആരെന്ത് പറഞ്ഞാലും അംഗീകരിച്ചു കൊടുക്കാത്ത അരുൺകുമാർ ഇളിച്ചോണ്ട് പറയുന്നത് കറക്റ്റ് ആണെന്ന് അഖിൽ മാരാർ പരിഹസിക്കുകയാണ്. ഒരുത്തൻ ജനിച്ചത് കൊണ്ട് താഴ്ന്നവരാണ് എന്നാണ് വേടൻ പറയുന്നത്. അതിനെ ദളിതരാണ് എതിർക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ തന്റെ വിമർശനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. വേടൻ, അഖിൽ മാരാർ, ഡോക്ടർ അരുൺകുമാർ എന്നിവരെല്ലാം പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ റാപ്പ് താളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇനി കണ്ടറിയാം.